ഇസ്രയേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയാ ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ, സ്വീകരിക്കണമേ പ്രഭോ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 45 സങ്കീർത്തനം അതിൻ്റെ 12 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ട് ഉള്ളത്. അവളെ ചിത്രത്തയ്യാലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധി കൊണ്ടുവരും. അവിടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം വിധിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികളിൽ നിന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. വളരെ മനോഹരമായ ദൈവത്തിൻ്റെ ഈ തിരുവചനങ്ങൾ. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യാലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. ആമേൻ. അവിടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരുമെന്നാണ് ഈ തിരുവചനം നമ്മളെ കേൾപ്പിക്കുന്നത്. 15 വാക്യം പറഞ്ഞു, സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. ഹല്ലേലൂയ. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമഹത്വം കാണുവാൻ നമുക്കും ഇപ്രകാരം സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നന്മയ്ക്ക് അവരടയാളം കർത്താവ് നമുക്ക് നൽകട്ടെ. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കുമെന്ന്. മക്കളില്ലാതെ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലെ പ്രാർത്ഥനയോടിരിക്കുന്നവരെ, ഇപ്പോൾ ഈ സമയത്ത് ഒന്ന് ആഗ്രഹിക്കുന്നില്ലേ, നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കുമെന്ന്? അതെ ദൈവമേ, നിന്റെ വചനം നിവൃത്തിയാകുന്നത് കാണുവാൻ എന്നെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വചനം എടുക്കണം ദൈവമക്കളെ. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും എന്ന് പറയുമ്പോൾ ദൈവമക്കളെ, വിശ്വസിക്കുന്നവർ ദൈവമഹത്വം കാണും, ഉറപ്പായിട്ടും കാണും. മക്കളില്ലാത്തൊരു ദൈവസനിൽ ഈ വിഷയത്തെ സമർപ്പിച്ച് തന്നെ ഒന്ന് പ്രാർത്ഥിക്കണം ദൈവമക്കളെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ മഹാകഷ്ടതയുടെ നിന്നയുടെ സമയത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നന്മയ്ക്കായി ഒരടയാളം ദൈവം തരും. പക്ഷേ ആ അടയാളം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, അത് ദൈവത്തിൻ്റെ മഹത്വമാണ്. എന്നും തലമുറയായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കട്ടെ. മക്കളെ ചൊല്ലി ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളും മക്കളെ ദൈവസനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ അവർ നിങ്ങളുടെ കൂടെ കാണത്തില്ലായിരിക്കാം, ഒരുപക്ഷെ അവർ നിങ്ങളുടെ കൂടെ തന്നെയാണെങ്കിലും മക്കളെ ഭയപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കാം. എന്തായാലും മക്കളെ തന്ന ദൈവത്തെ വിശ്വസിക്കാൻ ദൈവമക്കളെ. മക്കളെ നമുക്ക് വിശ്വാസമില്ലെങ്കിലും മക്കളെ തന്ന ദൈവത്തിൽ വിശ്വസിക്കാം. മക്കളെ വിശ്വാസമില്ലായിരിക്കാം എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട ഉപദേശം കൊടുത്തു, അവരെ കരുതേണ്ട പോലെ കരുതി. എന്നിട്ടും അവർ ആ കരുതിയതൊന്നും ഓർക്കാതെ, സ്നേഹിച്ചത് ഒന്നും ഓർക്കാതെ, അവർക്ക് വേണ്ടി അവരുടെ കൂടെ നടന്ന കാലങ്ങൾ സ്വന്തം വയറെ ചുരുക്കിയും മക്കളെ കരുതേണ്ട പോലെ കരുതി. എന്നിട്ടും തിരിച്ചു കിട്ടുന്ന വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഒരുപാട് മാതാപിതാക്കൾക്ക് സങ്കടമായിട്ടിരിക്കുമ്പോഴും പ്രിയപ്പെട്ട ദൈവമക്കളെ ഓർക്കുക. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, പ്രാർത്ഥിച്ചിട്ടുണ്ടാവും മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി, അവരുടെ തിരിച്ചു വരവിന് വേണ്ടി. മക്കളെ വിശ്വാസമില്ലായിരിക്കാം, പക്ഷേ മക്കളെ തന്ന ദൈവത്തിൽ വിശ്വസിക്കാം. ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ളതൊന്നും ദൈവം തന്നിട്ടില്ല. സകല മഹത്വവും പുകഴ്ചയും ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവ് തലമുറയായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മളെ ദൈവം സഹായിക്കും. ഉറപ്പാണ് ദൈവമക്കളെ. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിൽ നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഹല്ലേലൂയ. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. ഓരോ സ്തോത്രം. ഇപ്പം നമുക്കും ഈ തലമുറയും ദൈവത്തെ ഓർക്കുകയല്ലേ, വരും തലമുറകളും ദൈവത്തെ ഓർക്കുവാനൊക്കെ വേണം. വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഉറപ്പാ ദൈവമക്കളെ, വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്ക് നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവടിയാക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രമെന്ന് യാഗാർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ,
ഈ സമയത്ത് മക്കളില്ലാതെ മാനസികമായി ഭാരപ്പെട്ടും നിന്ന വഹിച്ചും ഭവനങ്ങളിലും ദേശത്തും കർത്താവെ അയൽവാസികൾക്ക് നടുവിൽ ഒറ്റപ്പെട്ടും സങ്കടപ്പെട്ടും കഴിയുന്ന ദമ്പതികളെ ദൈവകരങ്ങൾ വയ്ക്കുന്ന കർത്താവെ, മുഖപക്ഷമില്ലാത്ത കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സകല ജാതികൾക്കും ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ അടിയൻ ദൈവസന്നിധി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിൻ്റെ മക്കൾ ദൈവസന്നിധി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ തിരുവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ, യഹോവ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് കർത്താവെ, നിൻ്റെ മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗം തുറന്ന് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. അടുത്ത ആണ്ടിൽ ഇതേ സമയത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ കർത്താവെ, തലമുറയായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് കർത്താവെ ഒരു തലമുറയെ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. നിന്റെ മക്കൾ അനുഭവിക്കുന്ന നിന്ന് എത്ര വലുതാ കർത്താവെ, കഷ്ടത എത്ര വലുതാണ് കർത്താവെ. എല്ലാവർക്കും മുമ്പിൽ ഒറ്റപ്പെട്ടും മനസ്സ് ഭാരപ്പെട്ടും ഇരിക്കുന്ന ഈ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവരെ പോലെ, എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവരെ പോലെ ഇത്രമാത്രം മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുക. അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി കർത്താവെ, നന്മയ്ക്ക് അവരടയാളം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. മക്കളെ ചൊല്ലി ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ മക്കൾ മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊടുത്ത സ്നേഹം ഒന്ന് ഓർക്കുവാൻ, കരുതിയതൊന്ന് ഓർക്കുവാൻ എൻ്റെ കർത്താവെ, ഈ മക്കളെ കൊണ്ട് താലോലിച്ച് വളർത്തിയ കാലങ്ങളിൽ എത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചും കർത്താവെ, എത്രമാത്രം ഒറ്റപ്പെടലും മാനസിക ഭാരങ്ങളും വഹിച്ചാണ് കർത്താവെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പോറ്റി പുലർത്തിയത്. ഇതെല്ലാം നിൻ്റെ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല എങ്കിലും കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഒക്കെ ഓർക്കുമെന്നും കരുതുമെന്നും ഒരുപാട് പ്രതീക്ഷയോടെ ഇരുന്നിട്ട് കർത്താവെ, ചങ്ക് നീറുന്നൊരവസ്ഥയിൽ മക്കളെ കൊണ്ട് ഇന്ന് ദുഃഖം അനുഭവിക്കുന്ന ഈ മാതാപിതാക്കൾക്ക് വേണ്ടി അധികം പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വർഗത്തിലെ ദൈവമേ, കരം നീട്ടി മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. എൻ്റെ മക്കൾ എവിടെയായിരുന്നാലും എൻ്റെ കർത്താവെ, അവിടുത്തെ കരം ഒന്ന് സ്പർശിക്കണേ കർത്താവെ. ഹല്ലേലൂയ. ആ കണ്ണ് നിൻ്റെ മക്കളെ ഒന്ന് ദർശിക്കണേ കർത്താവെ. യേശുവേ സ്തോത്രം കർത്താവെ. നിന്നെ വിട്ട് നിൻ്റെ മക്കൾ എവിടെ പോയാലും വിട്ടുമാറാതെ കൂടെ നടക്കുന്ന പൊന്നു കർത്താവെ, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവമഹത്വം കാണുവാൻ സാക്ഷ്യം പറയാൻ ദൈവം ഇടയാക്കണമേ. നിന്നെ വിട്ടുപോയ നാളുകളിൽ കർത്താവിനെ പഴിച്ചും ദുഷിച്ചും നന്മകളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിന്റെ മക്കൾ അലഞ്ഞപ്പോൾ അലയുന്ന കാലങ്ങളിൽ കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.